ഹലോ ഫ്രണ്ട്സ്, സിസിൽസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞങ്ങളുടെ മുംബൈ ഔറംഗാബാദ് ട്രിപ്പിൽ 3-ാം ദിവസം ഞങ്ങൾ പോയത് മുംബൈ കാണുവാനാണ്. മുംബൈ യാത്രയിൽ ഞങ്ങൾ ആദ്യം പോയത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണുവാനാണ്. താജ്മഹൽ പാലസിനും ടവർ ഹോട്ടലിനും എതിർവശത്ത് അറബിക്കടലിനെ അഭിമുഖീകരിക്കുന്ന ഒരു കോണിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് താജ്മഹൽ പാലസ് ഹോട്ടലാണ്. അപ്പോൾ അവിടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അല്പം മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഈ ഗേറ്റ് വേയുടെ എതിർവശത്തായി മറാത്ത യുദ്ധവീരനായ ശിവാജിയുടെ പ്രതിമയുണ്ട്. ഹോട്ടലിന് മുൻപിലായി ഒത്തിരി പ്രാവിൻ കൂട്ടങ്ങളെ കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവയ്ക്ക് തീറ്റി എറിഞ്ഞു കൊടുക്കുവാനും മറ്റും ഒത്തിരി ആളുകൾ അവിടെ കൂട്ടം കൂടിയിരുന്നു. പല സിനിമകളിലും മറ്റും നമ്മൾ കണ്ടുമറന്ന ഒരു കാഴ്ചയാണിത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക് ഒരു ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് ഉള്ളത്. 26 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ജോർജ് വിക്റ്റിറ്റാണ് ആർക്കിടെക്ട്. 1924 മുംബൈയുടെ കടൽ തീരത്ത് നിർമ്മിച്ച ഒരു സ്മാരകമാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇന്നീ സ്മാരകം മുംബൈ നഗരത്തിന്റെ പര്യായമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിയ ഞങ്ങൾ വഴിയരികിൽ ഒരു ചിത്രകാരൻ ഇരുന്ന് മനോഹരമായ ചിത്രം വരയ്ക്കുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു. അതിനുശേഷം ഞങ്ങൾ പോയത് മുംബൈയിലെ ചരിത്ര പ്രസിദ്ധമായ ഛത്രപതി ശിവാജി മ്യൂസിയം കാണുവാനാണ്. മുൻപ് ഇത് പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എന്ന് അറിയപ്പെട്ടിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ വർഷങ്ങളിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് വെയിൽസ് രാജകുമാരന്റെ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി ഗവൺമെന്റിന്റെ സഹായത്തോടെ ബോംബെ നഗരത്തിലെ പ്രമുഖ പൗരന്മാരാണ് ഇത് സ്ഥാപിച്ചത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സമീപത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ऐसे क्यों कुछ तो लिखती हूँ, लिख के मिटाती हूँ मैं रात भर. ऐसे क्यों. ഇൻഡോ സാർസനിക് ആർക്കിടെക്ചറിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു ചുറ്റും ഈന്തപ്പനകളുടെ ഒരു പൂന്തോട്ടമുണ്ട്. പുരാതന ഇന്ത്യൻ ചരിത്രത്തിന്റെ ഏകദേശം 50,000 പ്രദർശനങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്തുക്കളും മ്യൂസിയത്തിൽ ഉണ്ട്. ഇതിലെ ശേഖരം പ്രധാനമായി 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: കല, പുരാവസ്തുശാസ്ത്രം, പ്രകൃതി ചരിത്രം തുടങ്ങിയവയായി. പാറകൾ, ധാതുക്കൾ, ഫോസിലുകൾ എന്നിവയുടെ ഒരു ചെറിയ ശേഖരവും ഇവിടെയുണ്ട്. മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട ഞങ്ങൾ പിന്നീട് പോയത് മുംബൈയിലെ പ്രശസ്തമായ മറൈൻ ഡ്രൈവിലേക്കാണ്.
അവിടുന്ന് പിന്നെ ബാന്ദ്രയിലേക്കും. ബാന്ദ്രയിൽ ഞങ്ങൾ പ്രമുഖ ഹിന്ദി ചലച്ചിത്ര താരങ്ങളായ ഷാരൂഖ് ഖാന്റെയും ജോൺ അബ്രഹാമിന്റെയും സൽമാൻ ഖാന്റെയും മറ്റും വീടുകൾ കണ്ടു. കൂടാതെ അംബാനിയുടെയും ഇഷ അംബാനിയുടെയും വീടുകൾ കണ്ടു. അവിടുത്തെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ക്ഷമിക്കണം. പിന്നീട് വൈകുന്നേരം പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലെ ഷോപ്പിംഗ് അനുഭവം കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടൂർ അവസാനിച്ചത്. സിസിൽ സിനിമ കണ്ട എല്ലാവർക്കും നന്ദി. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.